വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32-ൽ വലിയ വീറുറ്റ മത്സരം നടക്കുകയാണ്. കോങ്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം അത് ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കോങ്കോ ഇത്രയും സമയം 75-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ഹാരി കെയ്നിലൂടെ ഇംഗ്ലണ്ട് കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 1-1 സമനില ഇപ്പോഴും തുടരുകയാണ്. ആരായിരിക്കും ഒരു വിജയ ഗോൾ നേടുക എന്നറിയാനുള്ള ഉദ്യോഗങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതടക്കമുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിക്കാം ഗോൾ കാനോ. Golcano in association with Maither Eagles FC, Kerala. യെസ്, അപ്പോൾ ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 മത്സരം ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ ആവേശകരമായ അന്ത്യത്തിലേക്ക് ആ മത്സരം നീങ്ങുകയാണ്. കോങ്കോയ്ക്കെതിരെ തിരിച്ചടിച്ചിരിക്കുന്നു ഇംഗ്ലണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇരു ടീമുകളും ഓരോ ഗോളും നേടി ഒപ്പത്തിനൊപ്പം നീങ്ങിയാണ്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും അക്ഷയ് മോഹൻ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. അക്ഷയ്, 75-ാം മിനിറ്റിലെ സൂപ്പർ താരം ഹാരി കെയ്ന്റെ ആ സൂപ്പർ ഗോൾ, അതിലൂടെ ഇംഗ്ലണ്ട് കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 1-1 ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ നില. പക്ഷെ കോങ്കോ മികച്ച കളിയാണ് ഇത് ഇത്രയും നേരം പുറത്തെടുത്തത്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്? അക്ഷയ്, കളി എങ്ങനെ പോകുന്നു? 75 മിനിറ്റ് വരെ ഇംഗ്ലണ്ട് വിറപ്പിക്കുന്ന കളിയാണ് കോങ്കോ കാഴ്ചവെച്ചത്. 7-ാം മിനിറ്റിൽ തന്നെ അവർ ആദ്യം ലീഡെടുത്തു. സിപ്പങ്കയുടെ കിടിലൻ ഒരു ഫിനിഷിലൂടെ 7-ാം മിനിറ്റിൽ തന്നെ കോങ്കോ മുന്നിലെത്തി. പ്രത്യേകിച്ച് അവരുടെ താരം ചാൻസ് എംബംബ നൽകിയ ക്രോസ് അത് ക്ലിയർ ചെയ്യുന്നതിൽ ഇംഗ്ലണ്ട് പ്രതിരോധ താരത്തിന് പിഴച്ചു. ആ പന്ത് പിടിച്ചെടുത്ത ബ്രയൻ സിപ്പങ്ക കൃത്യമായ ഒരു ഷോട്ടിലൂടെ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പിക്ഫോർഡിനെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കുന്ന കോങ്കോയാണ് കണ്ടത്. അതിന്റെ ഫലം തന്നെ അവർക്ക് തുടക്കത്തിൽ തന്നെ ലഭിച്ചു. അതിനുശേഷം ഗോൾ മടക്കാൻ ഇംഗ്ലണ്ട് പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ കോങ്കോയുടെ പ്രതിരോധവും അതോടൊപ്പം അവരുടെ ഗോൾ കീപ്പർ ലയണൽ എംഫാസിയും കൂടി ആ ശ്രമങ്ങളൊക്കെ തടഞ്ഞിടുന്നതാണ് ആദ്യ പകുതി മുഴുവനായിട്ട് കണ്ടത്. ഗോളെന്നുറപ്പിച്ച 3 ഷോട്ടുകളാണ് ഗോൾ കീപ്പർ തടഞ്ഞു നിർത്തി. അതോടൊപ്പം ഒരു ഗോൾ ലൈൻ സേവ് കൂടി ഉണ്ടായിരുന്നു. അതിനിടയിൽ 42-ാം മിനിറ്റ് നല്ലൊരു ചാൻസ് കോങ്കോയ്ക്ക് കിട്ടിയെങ്കിലും അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആയിട്ടില്ല. പക്ഷേ 2-ാം പകുതിയിൽ തിരിച്ചടിക്കാൻ ഉറച്ച് ഇംഗ്ലണ്ട് ഇറങ്ങിയപ്പോൾ മത്സരം ആവേശകരമായി. ആ സമയം മുതൽ തന്നെ പ്രതിരോധം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ഇനി ഗോൾ വഴങ്ങാതിരിക്കുക, കിട്ടിയ ഗോളിൽ ലീഡ് പിടിച്ച് മത്സരം അവസാനിപ്പിക്കാനായിരുന്നു കോങ്കോയുടെ ശ്രമം. അത് 75 മിനിറ്റ് വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ 75-ാം മിനിറ്റിൽ ഹാരി കെയ്ന്റെ കിടലിന് ഒരു ഹെഡറിലൂടെ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഒപ്പം എത്തിച്ച് ഗോർഡന്റെ പാസിൽ കൃത്യമായി തന്നെ ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടിയാണ് ആ പന്ത് ഇംഗ്ലീഷ് നായകൻ വലയിലെത്തിച്ചത്. ഇംഗ്ലണ്ട് നായകന്റെ ഈ ലോകകപ്പിലെ 4ാമത്തെ ഗോളാണ് ഇന്ന് പിറന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചുകൊണ്ട് ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോർ എന്ന റെക്കോർഡ് കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഗോൾ അത് കൃത്യസമയത്ത് തന്നെ കൃത്യമായ ഇടപെടലിൽ ടീമിനെ വീണ്ടും പുതിയ അപ്ഡേറ്റ് വരുന്നു. ഹാരി കെയ്ൻ വീണ്ടും ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി മാറുന്നു എന്നറിയുന്നു. ഒരു ഗോൾ കൂടി ഹാരി കെയ്ൻ അടിക്കുന്നത്. 2-1 എന്ന നിലയിൽ ഇംഗ്ലണ്ട് ലീഡ് എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു സൂപ്പർ കളിയായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് ആ മൊത്തം ടീമും അത് ഒരൊറ്റൊരാൾ 32-കാരനായ ഹാരി കെയ്നിലേക്ക് മാത്രം ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ടൂർണമെന്റുകളായി കാണുന്നു. അത് ആ വേൾഡ് കപ്പിലും ആവർത്തിക്കുന്നതാണ്. സൂപ്പർ താരമായ ഹാരി കെയ്ന്റെ പിന്നിൽ അണിനിരക്കുന്ന ഇംഗ്ലണ്ട് എന്ന് പറയാം. അത് ശരിവെച്ചുകൊണ്ട് ഹാരി കെയ്ന്റെ ഗോളിലൂടെ 2 ഗോളിലൂടെ ബാക്ക് ടു ബാക്ക് ഗോൾസ് എന്ന് പറയാം, അതിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ ലീഡ് എടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. അക്ഷയ്, അതിനാണ് 86-ാം മിനിറ്റിൽ വീണ്ടും ഹാരി കെയ്ൻ ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിന്റെ രക്ഷകനായിരിക്കുന്നു. 2ാമതൊരു ഗോൾ കൂടി നേടി മത്സരത്തിലേക്ക് ഇംഗ്ലണ്ടിനെ ശക്തമായി തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഇംഗ്ലീഷ് നായകൻ. ഇതാണ് യഥാർത്ഥ നായകൻ. ഒരു ടീം എപ്പോഴൊക്കെ ഡൗൺ ആയി പോകുന്നുവോ അതിനെ കൈപിടിച്ച് ഉയർത്തേണ്ടത് ഒരു ക്യാപ്റ്റന്റെ കടമയാണ്. അത് കളിക്കാർക്ക് പിന്തുണ കൊടുത്തും കളിയിൽ മുൻനിരയിൽ തന്നെ നയിച്ചുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. അത് കൃത്യമായി തന്നെ ഹാരി കെയ്ൻ എന്ന ക്യാപ്റ്റൻ ഇംഗ്ലീഷ് നായകൻ കാഴ്ചവെക്കുന്ന കളിയാണ് ഈ കോങ്കോയ്ക്കെതിരെ കണ്ടത്. 75-ാം മിനിറ്റിൽ 2 തവണ അദ്ദേഹം കോങ്കോയുടെ വലയിൽ പന്തെത്തിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് കൃത്യമായി തന്നെ ലീഡ് നേടിക്കൊടുത്തിരിക്കുന്നു. 1966-ലാണ് ഇംഗ്ലണ്ട് ആകെ ഒരു ലോകകപ്പ് നേടിയത്. അതിനുശേഷം 60 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് നേടാൻ കൃത്യമായ ഒരു സംഘവുമായിട്ടാണ് തോമസ് ടുഷലിന്റെ സംഘം എത്തിയത്. അവർ 75 മിനിറ്റ് വരെ അവർ ചിത്രത്തിൽ കൃത്യമായ ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും അതിനുശേഷം മത്സരം അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കൃത്യമായി തന്നെ ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നു. ഇംഗ്ലണ്ട് അവരുടെ സർവ്വശക്തിയും എടുത്ത് പോരാടി 2 ഗോളുകൾ 10 മിനിറ്റിന്റെ ഇടവേളയിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് തന്നെ അവർ നോക്കൌട്ടിൽ
അവർ ഇപ്പോൾ കോങ്കോയ്ക്കെതിരെ മുന്നിലെത്തിയിരിക്കുകയാണ്. കോങ്കോയുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. ലോക റാങ്കിങ്ങിൽ 4ാം സ്ഥാനക്കാരാണ് ഇംഗ്ലണ്ട്. ആ ഇംഗ്ലണ്ടിന്റെ വലിപ്പത്തിൽ നിന്നും കൂസാതെ കൊണ്ട് ആദ്യ നിമിഷം മുതൽ ബോൾ ടച്ച് ചെയ്തത് മുതൽ തന്നെ കൃത്യമായ ആക്രമണം അവർ നടത്തി. പോർച്ചുഗലിലെ സമനിലയിൽ കുരുക്കിയ ടീമാണ് കോങ്കോ. പക്ഷേ അന്നത്തെ കളിയിൽ കണ്ടത് ആദ്യ ഗോൾ പോർച്ചുഗൽ അടിച്ച ശേഷം വീണ്ടും ഗോൾ മടക്കാൻ സർവശക്തിയും എടുത്ത് പോരാടുന്ന കോങ്കോയാണ്. പക്ഷേ ആ പ്ലാൻ അവർ ഇംഗ്ലണ്ടിനെതിരെ കൃത്യമായി തന്നെ മാറ്റി. ഇംഗ്ലണ്ടിന്റെ ശക്തി ദൗർബല്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യ നിമിഷം മുതൽ ആക്രമിച്ച് കളിക്കുക എന്ന ദൗത്യമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇന്ന് കോങ്കോ പയറ്റിയതിന്. 7ാം മിനിറ്റിൽ അവർ ആദ്യ ഗോൾ നേടി. അതിനുശേഷം കൃത്യമായ പ്രതിരോധത്തിലൂടെ കൂട്ടമായി തന്നെ ഇംഗ്ലണ്ട് താരങ്ങൾ പന്തുമെടുത്ത് ബോക്സിൽ കയറുന്ന സമയത്തൊക്കെ കൂട്ടമായി ചേർന്നുകൊണ്ട് കോങ്കോ പ്രതിരോധം കൃത്യമായി തന്നെ ഇംഗ്ലണ്ട് താരങ്ങളെ പ്രതിരോധിച്ചു. പക്ഷേ 75ാം മിനിറ്റിൽ ഹാരി കെയ്ൻ എന്ന നായകൻ കൃത്യസമയത്ത് എപ്പോഴൊക്കെ ടീമിന് രക്ഷയാവുന്നുവോ ആ സമയത്ത് തന്നെ കൃത്യമായി തന്നെ ഹാരി കെയ്ൻ അവതരിച്ച് 75ാം മിനിറ്റിൽ അവർ ഒപ്പത്തിനൊപ്പം പിടിച്ചു. അതിനുശേഷം 86ാം മിനിറ്റ് കളി ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് കളി മാറുകയാണ്. ഇപ്പോഴും 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുകയാണ്. പ്രീ ക്വാർട്ടർ ബർത്ത് ഇനി ഒരു വിസിലിന് മാത്രം അകലെ ഇംഗ്ലണ്ട് നിൽക്കുകയാണ്. ഈ നിലവിൽ ഇനിയിപ്പോൾ ഈ കളി ഇതേ രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനാണ് ഇംഗ്ലണ്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഒരു ഗോൾ അടിക്കാൻ അവസരം കോങ്കോയ്ക്ക് അവർ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കിട്ടിയ ലീഡ് ഈ മത്സരത്തിന്റെ അവസാന നിമിഷം വരെ പ്രതിരോധിക്കുക എന്ന വലിയ ദൗത്യം അവർക്ക് മുന്നിൽ. ഇനിയിപ്പോൾ കോങ്കോയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ 75 മിനിറ്റ് വരെ ലീഡ് എടുത്ത ടീമാണ്. ഒരു 10 മിനിറ്റിന്റെ ഇടവേളയിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റന്റെ 2 ഗോളിൽ അവർ ഇംഗ്ലണ്ട് മുന്നിൽ കയറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിലവിലിപ്പോൾ കോങ്കോ ഇന്ന് പകച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊന്നും നോക്കാൻ മുന്നും പിന്നും നോക്കാതെ ഇനി കോങ്കോ കളത്തിൽ പോരാടുമെന്ന് ഉറപ്പാണ്. മത്സരം അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് അതിന്റെ ആവേശകരമായ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജി, യെസ്, വ്യക്തമാണ്. എന്തായാലും ഒരു വീറുറ്റ മത്സരം നടക്കുന്നു അവിടെ. റൗണ്ട് ഓഫ് 32 നടന്ന നോക്കൌട്ടാണ്. നമുക്കറിയാം കോങ്കോ ഇനി പറന്ന് കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നോക്കൌട്ട് ആയതുകൊണ്ട് തന്നെ തോറ്റൽ പുറത്താണ്. അതുകൊണ്ട് ഇനി മറ്റൊന്നും നോക്കാനില്ല, മുന്നും പിന്നും നോക്കാനില്ല. അങ്ങ് കളിക്കുക, ജയിക്കുക, ഗോളടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ 2-2 എന്ന രീതിയിലൊരു സമനിലയിലേക്ക് ശ്രമിക്കാതെ പിന്നീട് എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് പെനൽറ്റിയിലേക്കൊക്കെ പോകുന്നത് ഒരു സാധ്യതയുണ്ട്. അതിനൊക്കെയായി കോങ്കോ കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ അപ്പോഴും ഒരൊറ്റ പേര് അത് വീണ്ടും 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 പറയേണ്ടി വരും, ഹാരി കെയ്ൻ. ആ താരം ഇംഗ്ലണ്ട് എത്രമാത്രം സ്പെഷ്യലാണ് എന്ന അടിവരയിടുന്ന പെർഫോമൻസ് ആണ് ഇതാ ഈ കഴിഞ്ഞ 75ാം മിനിറ്റിലും 86ാം മിനിറ്റിലും നമ്മൾ കണ്ടത്. അവിടെ ഇംഗ്ലണ്ടിന് വേണ്ടി 2 ഗോളുകൾ ഹാരി കെയ്ൻ നേടിയിരിക്കുന്നു. അങ്ങനെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിലും ഹാരി കെയ്ൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.